എമ്പുരാൻ വിവാദത്തിൽ ഖേദം പ്രകടിപ്പിച്ച മോഹൻലാൽ. മനോവിഷമമുണ്ടായതിൽ ദുഃഖമെന്ന ഫേസ്ബുക്ക് പോസ്റ്റ്. സിനിമയിൽ തിരുത്തൽ വരുത്തുമെന്നും വിശദീകരണം പോസ്റ്റ് പങ്കുവച്ച പൃഥ്വിരാജ്. എമ്പുരാനും പൃഥ്വിരാജിനുമെതിരെ വീണ്ടും RSS മുഖപത്രം ഓർഗനൈസർ. സിനിമ ഭീകരവാദത്തെ വെള്ളപൂശുകയാണെന്നും ദേശവിരുദ്ധതയെന്നും വിമർശനം. എമ്പുരാൻ കാണില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ. സിനിമയെ പിന്തുണച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. വെട്ടുമാറ്റം മുമ്പ് സിനിമ കാണാൻ തിയേറ്ററുകളിൽ തിരക്ക്. മോർ ബസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവയ്ക്ക് ഊഷ്മള വരവേൽപ്പ്. നേരായ മാർഗത്തിൽ സഞ്ചരിക്കുവാൻ അർഹനാക്കി തീർക്കണം. സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്കും അനുമോദന സമ്മേളനത്തിനും സാക്ഷിയായി നൂറുകണക്കിന് വിശ്വാസികൾ. ലഹരി വ്യാപനം നേരിടാൻ സർക്കാരിനൊപ്പം സാമൂഹ്യ ഇടപെടലും വേണമെന്ന് മുഖ്യമന്ത്രി. സർക്കാർ കർമ്മ പദ്ധതി തയ്യാറാക്കും. പാഠ്യപദ്ധതി പരിഷ്കരിക്കാനും ആലോചനയെന്ന് മുഖ്യമന്ത്രി. IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് സുരേഷ് ഗോപി. ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്ത് നൽകും. മേഘയുടെ വീട് സന്ദർശിച്ചു. മേഘയുടെ സുഹൃത്ത് സുഗാന്തും കുടുംബവും ഒളിവിൽ. ആശമാർക്ക് കൂടുതൽ വേതനം നൽകാൻ KPCC സർക്കുലർ. കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ നടപ്പാക്കും. അധിക വേതനത്തിനുള്ള പണം തനത് ഫണ്ടിൽ നിന്ന് കണ്ടെത്താൻ നിർദ്ദേശം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം നാളെ 50ാം നാളിൽ. ആശമാർ മുടിമുറിച്ച് പ്രതിഷേധിക്കും. പ്രധാനമന്ത്രിയായ ശേഷം ആദ്യമായി നരേന്ദ്രമോദി RSS ആസ്ഥാനത്ത്. മോഹൻ ഭാഗവതുമായി കൂടിക്കാഴ്ചയും ഒന്നിച്ച് പൊതുയോഗവും. ഇന്ത്യയെ ആധുനികവൽക്കരിച്ചതിൽ RSSന് വലിയ പങ്കെന്ന് പ്രധാനമന്ത്രി.